ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മളിന്ന് ഈ ഫോർഡ് ഫീഗോയിൽ എഞ്ചിൻ ഓയിൽ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ഫോർഡ് ഫീഗോയിൽ എഞ്ചിൻ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഓയിൽ എന്ന് പറയുന്നത് കാസ്ട്രോളിൻ്റെ ഒരു ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഇപ്പോൾ ഇതൊരു 3.5 ലിറ്റർ ഓയിലാണ്. ഇതിന് ഏകദേശം 2045 രൂപയാണ് ഈ ഒരു ഓയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഓയിൽ ഫിൽറ്ററും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 415 രൂപയാണ് ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓയിലും ഫിൽറ്ററുമായിട്ട് നമ്മൾ ഈ ഒരു ഫോർഡ് ഫീഗോയിൽ നമ്മൾ മാറുന്നതാണ്. സോ ഈ ഒരു ഫോർഡ് ഫീഗോയിൽ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ മാറുന്നത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാസ്ട്രോളിൻ്റെ ഒരു ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ഓയിലിൻ്റെ വിലയെന്ന് പറയുന്നത് 2045 രൂപയാണ് ഈ ഒരു ഓയിലിൻ്റെ വിലയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിൽറ്ററും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഫിൽറ്ററിൻ്റെ വില വന്നിട്ട് 415 രൂപയാണ് ഈ ഒരു ഫിൽറ്ററിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററും അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അടുത്ത് നമുക്ക് ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂൾസും കാര്യങ്ങളും അതുപോലെ തന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഡ്രെയിൻ ചെയ്യാം. സോ അടുത്ത് നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓയിൽ ക്യാപ്പും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ലെവലിൻ്റെ ഈ ഒരു ഡിപ്സ്റ്റിക്ക് നമ്മൾ ഒന്ന് ലൂസ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് പെട്ടെന്ന് അങ്ങ് ഡ്രെയിനായിട്ട് പോകും. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഡ്രെയിനായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓയിൽ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ പെട്ടെന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ഓയിൽ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഈ ഒരു ഓയിൽ ഫിൽറ്ററും കൂടെ അഴിക്കാം. അതിനായിട്ട് 27 ഒരു ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ബോക്സ് ഈ ഒരു ഫിൽറ്റർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിൻ്റെ അവിടെ ഒരു ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ലിവറേജിന് ഒരു 10 ഇഞ്ചിൻ്റെ റാഡോ അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ റാഡോ അല്ലെങ്കിൽ ടീ ഹാൻഡിലോ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ റാച്ചറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഓയിൽ ഫിൽറ്റർ അഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അഴിക്കുന്നത് നോക്കാം.
സോ ഈ ഒരു ഓയിൽ ഫിൽറ്ററിലാണെങ്കിൽ ഇതവിടെ ഒരു ലോക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ഫിൽറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് ലോക്കായാൽ മാത്രമേ ഈ ഒരു ഫിൽറ്റർ നല്ല ഫിറ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ഓയിൽ ഫിൽറ്റർ ഈ ഒരു ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ ഒരു ഓയിൽ ഫിൽറ്റർ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ട ഈ ഒരു ഓയിലിൻ്റെ ഒരു ക്യാപ്പ് കറക്റ്റ് രീതിയിൽ നമ്മൾ ഒരു ടൈറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം, അതായത് ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ആ ഒരു ഭാഗം ആ ലോക്കിൽ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയ്ക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ക്യാപ്പ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാപ്പ് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യും പോലെ തന്നെ ഫിറ്റ് ചെയ്താൽ മതി. നമ്മളതിനിപ്പോൾ ആ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഓറിങ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്റർ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഫിൽറ്റർ ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യണം, എന്നാലേ ആ ലോക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ലോക്ക് ആവത്തില്ല. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാരണം ഈ ഒരു ഓയിൽ ഒഴിച്ചത് കംപ്ലീറ്റ് ഒന്ന് സർക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററിലോട്ടൊന്ന് കയറാനും ബാക്കി എത്ര ക്വാണ്ടിറ്റി ഒഴിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കാറൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ അടുത്ത് നമുക്ക് ഇനി ഈ ഒരു ഓയിലിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ഓയിൽ മിനിമത്തിന് മാക്സിമത്തിന് ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. സോ നമ്മൾ ഈ ഒരു ഫോർഡ് ഫീഗയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ഒരു ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പിലായിരിക്കും പലപ്പോഴും ഈ ഒരു ഓയിൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ വാഹനം കൊടുക്കാറ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാഹനം കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം കൊടുത്തിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകും. ഇപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട്, വാഹനം വന്ന് എടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട്
ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ മാറിയിട്ടുണ്ടോ നമ്മൾ ഒന്ന് കൺഫേം ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓയിലിൻ്റെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കും, അതായത് ഓയിൽ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പഴയ കളറാണോ ഈ ഒരു ഓയിലിനെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ട്. സോ നമ്മൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു ഓയിലിൻ്റെ കളർ എന്ന് പറയുന്നത് പഴയ ഒരു അവസ്ഥയിലായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഡീസൽ വാഹനങ്ങളാണെങ്കിൽ ആ ഒരു കളർ അതേപോലെ ആയിരിക്കും, ബ്ലാക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡീസൽ വാഹനങ്ങൾക്ക് ഈ ഒരു പെട്രോൾ വാഹനത്തെക്കാളും ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാണ്. അതായത് നമ്മുടെ ഒരു ഡീസൽ നമുക്കറിയായിരിക്കും, കത്തിച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ കാർബൺ, അതായത് കുറച്ച് കരി കൂടുതലാണ് അല്ലെങ്കിൽ പുക കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു വാളിലായിട്ട് നമ്മൾ ഈ ഒരു കാർബൺ കണ്ടൻറ്റ്, അതായത് ഈ ഒരു കാർബണിൻ്റെ ഈ ഒരു കത്തുന്നതിൻ്റെ ആ ഒരു കാർബൺ ഈ ഒരു സിലിണ്ടറിൻ്റെ വാളിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഓയിലും കൂടെ സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കൂടെ നമ്മുടെ പിസ്റ്റൻ്റെ ഓയിൽ റിംഗ് ഉണ്ട്. ഈ റിംഗ് ആണെങ്കിൽ ഈ ഒരു കാർബണും അതുപോലെ തന്നെ ഈ ഓയിൽ സ്പ്ലാഷ് ചെയ്തതും കൂടി വൈപ്പ് ചെയ്ത് നേരെ സമ്പിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് ഓയിൽ കറക്കുന്നു ഈ ഡീസൽ വാഹനങ്ങൾക്ക്. സോ നമ്മൾ ഈ ഒരു ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓയിലിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതായത് അതിൻ്റെ കുറച്ച് ഓയിലൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡിൻ്റെ മേളിലൊക്കെ ഓയിൽ കാണും. അപ്പോൾ നമ്മളൊരു പുതിയ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ഓയിലുമായിട്ട് മിക്സ് ആയിട്ടാണ് ഈ ഒരു പഴയ ഒരു കളറിലോട്ട് മാറുന്നത് തന്നെ. അപ്പോൾ നമ്മളൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഓയിലും അതുപോലെ തന്നെ പഴയതുപോലെ മിക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഈ ഒരു ഓയിൽ മാറാൻ ശ്രമിക്കുക. സോ ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു തരണമെന്ന് തോന്നി, അതാണ് ഈ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോർഡ് ഫിഗയുടെ ഓയിലും കാര്യങ്ങളൊക്കെ മാറുന്നതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ ഒരു ഓയിൽ മാറിയിട്ടും പലപ്പോഴും നമ്മുടെ ഓയിൽ പഴയ ഒരു അവസ്ഥയിൽ എന്താണ് ഇരിക്കുന്നതിൻ്റെ കാരണം കൂടെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളും മറക്കാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.